ചില ചട്ടങ്ങളും നിയമങ്ങളും ഇന്നു മുതൽ ഞങ്ങൾ നിലവിൽ വരുത്താൻ പോവുകയാണ്. ലൈസൻസ് കൊടുക്കുന്നതിന് വളരെ സ്ട്രിക്റ്റ് ആയ പരിശോധന ആയിരിക്കും. ദിവസം 500 ലൈസൻസ് കൊടുത്ത് ഗിന്നസ് ബുക്കിൽ കയറാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ ദൈവമേ, കുഴപ്പമായി തോന്നുന്നേ. ഇങ്ങനെ ഒരു ട്രാഫിക് ജാം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. ഒരിക്കലും. നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഈ വീറും വാശിയും എനിക്കിഷ്ടമായി. ഗിന്നസ് ബുക്കിൽ കയറില്ല. ലൈസൻസ് പറഞ്ഞാൽ ലൈസൻസ് ആയിരിക്കണം. വണ്ടി തിരിച്ചിട്ട് ഓടിച്ചിട്ടൊന്നും കാര്യമില്ല. വണ്ടി പാർക്ക് ചെയ്ത് കാണിക്കണം, റിവേഴ്സ് കയറ്റി പാർക്ക് ചെയ്ത് കാണിക്കണം, കാർ പാർക്കിലേക്ക് ഇട്ട് കാണിക്കണം. ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. ഇവരെ മര്യാദക്കാരാക്കിയിട്ടേ ഞാൻ ഇവിടുന്ന് പോകും. പക്ഷെ എന്റെ കാര്യത്തിൽ ആരും ഇടപെടരുത്. ഞാൻ ഗൾഫിൽ പോയി ലൈസൻസ് എടുത്തിട്ടുള്ള ആളാണ്. ഇതെല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട് അടുത്ത്. അതെ അതെ, എന്തതെ വെറുതെ വരാതെ. വളരെ സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ വ്യാപകമായി ലൈസൻസ് കൊടുക്കുന്നവർ ആ ലൈസൻസ് കൊടുക്കുന്ന സ്ഥലത്തുണ്ടാവില്ല എന്നേ പറയാനുള്ളൂ. ലൈസൻസ് തരാനല്ല അവരിയ്ക്കുന്നത്, ലൈസൻസ് ബുക്കിനകത്ത് വെച്ച് മേടിക്കാനായിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്നില്ല. കേരളത്തിലെ ലൈസൻസ് നല്ല അന്തസ്സുള്ള ലൈസൻസ് ആയിരിക്കും. ജോർജ് അങ്ങനെ വരട്ടെ. എനിക്ക് ഇപ്പൊ എന്നോട് കുറച്ച് മതിപ്പൊക്കെ തോന്നുന്നുണ്ട്. വളരെ കുറച്ചേ കൊടുക്കുള്ളൂ, വളരെ കുറച്ച്. എന്തായാലും കലക്കിട നിന്നെ ഞങ്ങൾ സമ്മതിച്ചു തന്നിരിക്കുന്നു. മാക്സിമം തെറ്റ് കണ്ട അപ്പോഴേ ഫെയിലാക്കും. ഇതിങ്ങനെ വിട്ടാ പറ്റില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക. അതൊന്നും ഒരു ജനകീയ പ്രശ്നമല്ല, അത് മനുഷ്യജീവന്റെ പ്രശ്നമാണ്. ഇപ്പൊ ഒരു തീരുമാനം എടുത്തില്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ദുഃഖിക്കേണ്ടി വരും. പലർക്കും വണ്ടി ഓടിക്കാൻ അറിയില്ല. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, പലർക്കും ലൈസൻസ് ഉണ്ട്. അവർ കാർ പിന്നെ ജീവിതത്തിൽ ഓടിച്ചിട്ടില്ല. റിവേഴ്സ് എടുത്ത് കയറ്റിയിടാൻ അറിയത്തില്ല. അങ്ങനെ ഒരു ജോലി ഹംകേള് പോത്തിന്റെ അടുത്ത് വേദം മൂന്നിട്ട് എന്താ കാര്യം? ഒരു മിക്കവാറും പാർക്കിംഗ് എല്ലാം നടക്കല്ലേ, ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഒതുക്കിയിടാൻ അറിയില്ല. അതെ അതെ, അത് ഞാൻ അങ്ങോട്ട് പറയാൻ തുടങ്ങിയായിരുന്നു. ഓക്കെ, വിദേശ രാജ്യങ്ങളൊക്കെ ഇങ്ങനെ ബോക്സ് വരച്ചിട്ടുണ്ട്, അതിനകത്താണ് ഇടുന്നത്. പക്ഷെ അങ്ങനെ ഒതുക്കിയിടാൻ അറിയില്ല. ഇവിടെ ബോക്സ് ഇല്ലെങ്കിൽ പോലും നമുക്കൊരു ബോക്സ് മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഒതുക്കിയിടാം. മറ്റുള്ളവർക്ക് അസൗകര്യമില്ല. ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഞാൻ ഭയങ്കര സ്ട്രിക്റ്റാ. അപ്പൊ അതുകൊണ്ട് പാർക്കിങ് എല്ലാ കാര്യങ്ങളും കയറ്റത്തി നിർത്തി എടുത്ത് കാണിക്കണം. പറയുന്നേട്ടാ തോന്നുന്നു ഇതൊക്കെ എളുപ്പമാണ്. ഒന്നും മനസ്സിൽ കാണാതെ ഈ ബാലഗോപാലൻ ഒരു പദ്ധതിയും പ്ലാൻ ചെയ്യില്ല അർജുന. കാണിക്കുന്നവർക്ക് ലൈസൻസ് എച്ച് മാത്രം കൊണ്ടൊന്നും കാര്യമില്ല. ഇത് മഹാദ്രോഹമായി പോയി സാറേ. പ്രസിഡന്റ്, എവരി സിറ്റിസൺ ഈസ് ബൗണ്ട് ടു ഒബേ ദ ലോ. തന്ന വാക്ക് വെറും ചാക്കാകരുത്. പാലം കെട്ടന്റെ അടുത്ത് കെട്ടിയാൽ ഏത് പോയി അക്കരെ കിടക്കാം. ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ടെസ്റ്റ് ചെയ്യുന്ന വണ്ടിക്കകത്ത് നിർബന്ധമായും ക്യാമറ ഏർപ്പെടുത്തും. അപ്പോ നീ ഇവിടെ ഭരിക്കാൻ തന്നെ തീരുമാനിച്ചു? മറിച്ചിടരുത്, കാലാവധി പൂർത്തിയാക്കും വരെ. പൂർത്തിയാക്കില്ലടാ ഈ ശത്രുത പറയുന്നത്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന സാധനം നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിന്റെ വണ്ടിയിലാണ് നടത്തുന്നത്. നടത്തുമ്പോൾ അതിലൊരു ക്യാമറ ഉണ്ടാകും. കാരണം സ്ത്രീകളോട് മോശമായി പെരുമാറുന്നു എന്നൊരു പരാതിയുണ്ട്. അയ്യോ മിസ്റ്റർ, സൂക്ഷിച്ച് സംസാരിക്കണം, ഞങ്ങൾ അത്രക്കാരല്ല. ഇവിടെ ഏത് പെണ്ണിന് എന്ത് സംഭവിച്ചാൽ അതെന്റെ ഫ്രണ്ടിലേക്ക് വരൂ. എന്റെ പൊന്ന് ചേട്ടാ, ചേട്ടന് കഷ്ടകാലമാ. കണ്ടെത്തി പണിയും വരമ്പത്ത് കൂലിയും എന്നാ പ്രമാണം. എന്ന് വെച്ചാൽ കൂലി എത്രയും പെട്ടെന്ന് കിട്ടുന്ന അർത്ഥം.